ഈ സൈഡ് അത്ര കംഫർട്ടല്ല, ഈ കാക്കാപ്പുള്ളി ഉള്ളതുകൊണ്ട്. ഈ സൈഡാണ് എനിക്ക് കംഫർട്ട്. ആ പോസ്റ്റ് ചെയ്യും, ഞാൻ കട്ട് ചെയ്തിട്ടൊക്കെ. നമ്മൾ സ്റ്റോക്ക് ഇറക്കിയിട്ട് ബില്ലൊക്കെ ഇട്ട് ബില്ല് എന്താ പറയാ ബില്ല് അല്ലേ, ബില്ലൊക്കെ ഇട്ട് തുടത്തി പെരുന്നാളിനുള്ള. അസ്സലാമലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ചില്ല ഒരു ക്യൂട്ടായിട്ടുള്ളതാ അവൻ്റെ കയ്യിലുള്ള ഈ ഒരു അതെന്താണെന്നുള്ളത് ഇപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ല വേണ്ട, ഞാൻ പറയാം. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ച് മൊത്തത്തിൽ കൺഫ്യൂഷനൊന്നും ആവണ്ട കേട്ടോ. അവിടെ വഴക്കേണ്ടില്ലേ എന്തായാലേ. അപ്പോൾ എന്തായാലും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ പവർ ബാങ്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കഹാനിയിലോട്ട് പോവുകയാണ്. ഇനി അവിടെ പോയിട്ട് നമുക്കിന്ന് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം. നമ്മുടെ ഇതിൻ്റെ ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കണ്ടേ. നമ്മളവിടെ പുതുശ്ശേരി ഉത്സവമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര തിരക്കുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഉത്സവമാണ്. സ്കൂളിനൊക്കെ ലീവ് കൊടുക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് കേട്ടോ ഇത്. പക്ഷേ ഇപ്രാവശ്യം ഹാഫ് ഡേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ അയൻകുട്ടിനെ കൂട്ടി ഇക്കാക്കിനി കോഴിക്കോട് വരെ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ കഹാനിയിൽ ഇറങ്ങും, ഇക്ക കോഴിക്കോടും പോകും. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ യാത്ര പോയി. സാധാരണ ഞാൻ നോമ്പിന് എങ്ങോട്ടും പോവാറൊന്നുമില്ല. ഇത് നിവർത്തിയില്ല. കാരണം നമ്മുടെ ബ്ലോഗിലും നമ്മുടെ എല്ലാ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കാണിക്കണ്ടേ. നമ്മളിങ്ങനെ പോയി നൊട്ടമല്ല വളവൊക്കെ എത്താറായിട്ടോ നമ്മുടെ കഹാനി. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പറയാം, നമ്മുടെ മണ്ണാർക്കാടുകാർ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും പറയണം കേട്ടോ. അവിടെ അടുത്തൊക്കെ ആണെങ്കിൽ പിന്നെ പറയാൻ മാത്രമല്ല, നമ്മുടെ കഹാനിയിലോട്ട് പോകണം. ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. പാർട്ടി വെയർ, പിന്നെ മൽച്ചന്തേരി കോട്ടണിൽ തന്നെ ഒരുപാട് വെറൈറ്റി. പിന്നെ പറഞ്ഞ പോലെ ഹെവി പാർട്ടി വെയർ, സിമ്പിളായിട്ടുള്ള പാർട്ടി വെയർ, പിന്നെന്താ അയ്യോ പേര് മറന്നുപോയി. അതിൻ്റെ പേര് മറന്നുപോയി. ഉപ്പട സിൽക്സ്. ഓക്കെ, അത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് പേര്. അത് പിന്നെ അവർക്ക് അറിയാം കേട്ടോ. നമുക്ക് ഈ ഒരു ഫീൽഡ് അത്ര ശീലമില്ലാത്തതല്ലേ. എന്നാലും എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വ്ളോഗ് ഫുള്ളായിട്ട് കാണാതിരിക്കരുത് മക്കളെ. ഞാൻ എന്തായാലും വാട്സപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് ഇഷ്ടമായിച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക, DM ചെയ്യുക. അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ കാര്യം നമ്മൾ ഏറ്റു കേട്ടോ. അതിൻ്റെ റേറ്റും എത്രയൊക്കെ സൈസ് അവൈലബിൾ ആണ് ഇതെല്ലാം പറയാൻ. കാരണം പെരുന്നാളൊക്കെ വരികയല്ലേ, നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഉണ്ട്. ഇത് കുന്തിപ്പുഴ പാലം അവിടുത്തെ പള്ളിയുമാണ് കേട്ടോ. നിങ്ങൾ ആ ഒരു വഴിയിലൂടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ വ്ളോഗ് കാണുന്ന ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പറയുമോ. അപ്പം നമ്മളിതാ പോയി നമ്മുടെ കഹാനി ഭയങ്കര വ്യൂ ആണ് കണ്ടോ, എത്ര ദൂരത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ടെന്ന്. അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ട് പെയിൻ്റൊക്കെ ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു വ്ളോഗിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അങ്ങനെ എന്നെ ഇറക്കി വിട്ടിട്ട് ഇക്കും മോനും കൂടെ ഇനി കോഴിക്കോട് പോകും. അവർ തിരിച്ചു വരുമ്പോൾ ഞാൻ അവരുടെ കൂടെ തിരിച്ചും പോകും. അങ്ങനെ കേട്ടോ. അപ്പോൾ ഇനി ഉള്ളിലോട്ട് കയറി നമുക്ക് അങ്ങോട്ട് തുടങ്ങാം അല്ലേ. നമ്മുടെ കളക്ഷൻ കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മളവിടെ ഈ ബില്ലിടുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ്, റാക്കിൽ കയറ്റാൻ പോകുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് പീസാണ്, വേഗം ഓടി വന്നോ. ഇതിലും വലിയൊരു കളക്ഷൻ മണ്ണാർക്കാട് എവിടെയും കിട്ടൂല ശരിക്കും. അപ്പോൾ വേഗം ഓടി വരിക കേട്ടോ. നമ്മൾ ഒരു ബണ്ടിൽ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. കവറൊന്നും വേണമെന്നില്ലല്ലോ. പൊട്ടിക്കട്ടെ, എനിക്ക് കിട്ടിയ സാധനം കിട്ടിയ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ പൊട്ടിക്കാം. ഇത് വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ ഫ്രെയിം ഉണ്ടാകുമോ കേട്ടോ. ഞങ്ങൾക്കൊക്കെ എന്തോരം കളക്ഷൻസ് ആണ്. ഓരോ വീഡിയോ കാണുമ്പോ അല്ലേ. ഇതെല്ലാം
ഹലോ, ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുന്നിലോട്ട് വരാൻ പോകുന്നത്. ഞാൻ ഇന്നലെ തന്നെ നമ്മുടെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് നമ്മുടെ മൊത്തം വ്ളോഗ് കഹാനിത്തെ ന്യൂ സ്റ്റോക്കിന്റെ ആയിരിക്കും എന്നുള്ളത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് ഇഷ്ടമാണെങ്കിൽ നമ്മൾ അറിയിക്കണം. അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ഈദിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് കാണിക്കും കേട്ടോ. ഇവിടെ ഒന്നോ എന്താ ഇത് മൽക്കോട്ടനാട്ടോ ഈ സാധനങ്ങൾ. ഇത് സോറി അതാണ് ഇത് ഇതാണ് മൽച്ചന്തേരി. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കെയർ ചെയ്യേണ്ട സംഭവമാണ് ഇത്. അപ്പൊ നമ്മുടെ ഈദിന്റെ കുറെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാരും ഇങ്ങനെ യൂട്യൂബ് വ്ളോഗിൽ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഇപ്പൊ കഹാനിത്തെ വീഡിയോ ഇടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഫുള്ള് കാണുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് ഇഷ്ടമാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കുക, അതിലേക്ക് വാട്സപ്പ് ചെയ്തിട്ട് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അതുവഴി അറിയിക്കും കേട്ടോ. ഞങ്ങളെ പോലെ കഫ്താൻ ലവേഴ്സ് ആണെങ്കിൽ ഇതാ ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട്. ഒരുപാടാണോ നാലെണ്ണാണോ? 4 കേട്ടോ. 4 കളേഴ്സ് ഉണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ വേണമെന്നുള്ളവര് നമ്മുടെ അതിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, നമ്മുടെ ഈ താഴെ നമ്മളൊരു നമ്പർ കൊടുക്കുക, അതിലോട്ട് DM ചെയ്യാം കേട്ടോ. പൊതുവേ എനിക്ക് ഭയങ്കര കംഫർട്ടും ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ഇപ്പോൾ കഫ്താനാണ്. ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യണതും അത് തന്നെയാണ് കേട്ടോ. കഫ്താന് അതുപോലെ പർദ്ദ ടൈപ്പ് ഡ്രസ്സുകളൊക്കെ ഭയങ്കര കംഫർട്ടാണ്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ 4 കളേഴ്സാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഉള്ളത്. ഒന്നൊരു ഈ ഒരു പർപ്പിള്, പിന്നെ നേരത്തെ കണ്ടില്ലേ ഇനിയൊരു ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു പീക്കോ കളർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേണ്ടവർ ഇപ്പം തന്നെ നമുക്ക് DM ചെയ്താൽ മതി. നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. അടുത്തുള്ളവരാണെങ്കിൽ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ മതി. നമ്മൾ പെരുന്നാളിനുള്ള ഡ്രസ്സുകളൊക്കെ ഇതാ ബില്ലിട്ടിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഫുള്ള് നിരത്തിയിട്ടേക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് കാണിക്കാം. ഫസ്റ്റ് മത്സ്യന്തരിയിലത്തെ കളക്ഷൻ കാണിക്കാം. ഇപ്പൊ അതാണല്ലോ കൂടുതലായിട്ട് ട്രെൻഡിങ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ. ഇത് നോക്ക്, ഇത് ഇത് മൽക്കോട്ടൻ ആണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാറിയോ, ഹാങ്ങറിൽ ഇങ്ങനെ അതിന്റെ ബാക്കിൽ ഈ കളേഴ്സ് ഹാങ് ചെയ്തിടാ. എന്നിട്ട് ഒന്ന് മാത്രം എടുത്ത് എന്നിട്ട് ഇങ്ങനെ കാണിക്കാം അതിന്റെ കളേഴ്സ് ആണ്. അങ്ങനെയൊക്കെ കുറച്ചുകൂടി നല്ലത്. അതാണെങ്കിൽ നമുക്ക് എന്താ അറിയോ, ഷോർട്സ് ആയിട്ട് നമുക്ക് പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ അങ്ങോട്ട് വാ. അത് പറ്റുമോ? നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. പിന്നെ ഇത് വരുന്നത് മൽച്ചന്തേരി അല്ലേ? ഇത് മൽച്ചന്തേരിയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ഒക്കെയാണ് കൊടുത്ത് അതെ. ഇത് മൽച്ചന്തേരി പറഞ്ഞു. പ്യൂർ മൽക്കോട്ടനിലാണ് നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത്. ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഇതാ കുറെ ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ താഴേക്ക് കണ്ടില്ലേ നല്ല ഭംഗിയിൽ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ വേറെ 2 കളറും കൂടി അവൈലബിൾ ആണ്. 3 2 അല്ലേ? ഒന്ന് വന്നിട്ട് ഇതാ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡാണോ? ഇത് ഒരു ഓറഞ്ച് കളറാണ്. ഇതൊരു ബ്ലൂ കേട്ടോ. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് കഹാനിയിൽ കോട്ടൺ കളക്ഷൻ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ കോട്ടൺ ലവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന അപ്ഡേഷൻ ആണ് കേട്ടോ ഈ കാണുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ്. സിമ്പിൾ ആയിട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവര് വേഗം ഓടി വരൂ. ഇതിന്റെ ഷോള് വരുന്നത്, ഇതിന്റെ ബോർഡർ വരുന്നത് സ്കാലപ്പിലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളർ അല്ലേ? ഇതിന്റെ എത്ര വെറൈറ്റി ഉണ്ട്? ഒറ്റ കളറേ ഉള്ളൂ കേട്ടോ. വേഗം പെട്ടെന്ന് വന്നാൽ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് വേഗം എടുത്തുകൊണ്ട് പോവാം. നെക്സ്റ്റ് വരുന്നത് ഭയങ്കര ഒരു പർപ്പിൾ കളറിലാണ് കേട്ടോ. ചെറുതായിട്ട് ത്രെഡ് വർക്കൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാങ്ങിങ് ഒക്കെ ഉണ്ട്. അപ്പൊ കോട്ടൺ ലവേഴ്സ് ഓടി വന്നു. അത്രയും ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം ഈദിന് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരുന്നത്. മീഡിയം മുതൽ XXL വരെ നമുക്ക് സൈസ് അവൈലബിൾ ആണ്. ഇതിന്റെ പാന്റ് വന്നിട്ട് പ്ലെയിൻ ആണ് കേട്ടോ. നേരത്തെ നമ്മൾ കണ്ടില്ലേ ഗ്രീന് പാന്റും അതുപോലെ തന്നെ പ്ലെയിൻ ആണ് കേട്ടോ.
അതുപോലെ ഇതാ ഷോളിൽ കുഞ്ഞു കുഞ്ഞു ത്രെഡ് വർക്കുകൾ ഉണ്ട്. ചെറിയ ചെറിയ വർക്കുകളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ഐറ്റമാണ്. ഈ 2 കളേഴ്സിൽ മാത്രമാണ് കേട്ടോ അവൈലബിൾ. അതുപോലെ M2 XXL വരെയാണ് ഇത് അവൈലബിൾ. ഞാൻ ജസ്റ്റ് നിർത്തി കാണിച്ചു തരാം. ഇത് ഇവിടെ ഒരു സ്മോക്കി ടൈപ്പ് ആണ് കേട്ടോ വരുന്നത്. അതുപോലെ ചൈനീസ് കോളറാണ് വരുന്നത്. കോളറൊക്കെ ഇഷ്ടപ്പെടുന്നവര്, എനിക്ക് പൊതുവേ കോളർ ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം സൈസ് എൻ്റെയൊക്കെ സൈസ് ഉള്ളവർക്കൊക്കെ ഓക്കെയാണ് കേട്ടോ ഈ ഒരു ടോപ്പ് വന്നിട്ട്. അതിൻ്റെ പാൻറ് വന്നിട്ട് പ്ലെയിൻ ആണ് കേട്ടോ. പോക്കറ്റ് ഉണ്ട് തോന്നുന്നു അല്ലേ? പാൻറ്റിനൊരു പോക്കറ്റ് ഒക്കെ ഉണ്ട്. ഇന്ന് കംപ്ലീറ്റ് ഇങ്ങനെ തന്നെ ഇടാം. പ്യുർ കോട്ടൺ ആണ് കേട്ടോ. അതുപോലെ ഷോള് കംപ്ലീറ്റ് ഇതാ പ്രിന്റ് ആണ് വരുന്നത് അല്ലേ? പ്രിന്റ് വർക്ക് അല്ലേ ഇത്? പ്രിന്റ് വർക്കാണ് കേട്ടോ. ഇത് അതിന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത്. രണ്ടും നല്ല ഭംഗിയുള്ള ഒരു കളേഴ്സ് ആണ് കേട്ടോ വരുന്നത്. അപ്പൊ മൽച്ചന്തേരി ലവേഴ്സ് വേറെ തന്നെയാണ് അല്ലേ? ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇത് ഇടുമ്പോൾ തന്നെ ഒരു എലഗൻറ്റ് ലുക്ക് തന്നെയാണ് ഈ മൽച്ചന്തേരി വെയർ ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഹാൻഡ് വർക്ക് വരുന്നതാണ്. കാണാൻ ഇനി എന്തൊരു ഭംഗിയല്ലേ, നീറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഞാനിവിടെ കാണിക്കാം കേട്ടോ, ഏതൊക്കെയാണെന്നുള്ളത്. ഈ 2 ഇപ്പം ഇതാ വെയർ ചെയ്ത് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്, ഈ 2 കളേഴ്സ്. പിന്നെ വരുന്നത് ഒരു മെറൂൺ റെഡ് പോലത്തെ ഒരു കളറും കൂടി ആട്ടോ വരുന്നത്. പിന്നെ ബ്ലാക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഹെവി പാർട്ടി വെയർ ആണ്. ഹെവി പാർട്ടി വെയർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പം അതാ കണ്ടില്ലേ, എന്തൊരു ഭംഗിയാലെ കാണാൻ. അതിൻ്റെ വർക്കൊക്കെ ഭയങ്കര നീറ്റായിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് വെയർ ചെയ്ത് കാണിക്കേണ്ട റൈറ്റ് ആണ്. പിന്നെ നമ്മൾ വിചാരിച്ചു ശരി നമുക്കിനി നെക്സ്റ്റ് ഉണ്ടല്ലോ ടൈം, അപ്പോൾ ആ ഒരു ടൈമിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നേ ഉള്ളൂ. 2 പീസേ ഉള്ളൂ കേട്ടോ. ഇത് വേണ്ടവർ വേഗം വന്നോ. ഇതും ഈ ഒരു കളറ് കോഫി ബ്രൗൺ കളറും പിന്നെ ഒരു ബ്ലാക്കും ആണ്. അപ്പോൾ ഇതിൻ്റെ പാൻറ് വന്നിട്ട് ഇതാ പലാസോ ആണ്. അതിൽ അത്യാവശ്യം വർക്ക് ഉണ്ട് കേട്ടോ. കല്യാണമൊക്കെ വരാൻ പോവല്ലേ ഇനിയിപ്പോൾ. ഇതാ നോമ്പ് കഴിഞ്ഞതും കല്യാണത്തിൻ്റെ സീസണാണ്. ഷോള് നോക്കിയേ, എന്തൊരു ലുക്കല്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇങ്ങനെ വർക്കുള്ള ഷോള് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം അതിൻ്റെ വേറൊരു കളറ് ബ്ലാക്ക് ആണ് വരുന്നത്. നെക്സ്റ്റ് ഞാൻ നമ്മളെ കുറേ കോട്ടൺ കളക്ഷനും ഉണ്ട്. മൽച്ചന്തേരിയുടെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതെന്തായാലും കോട്ടണിൽ ത്രെഡ് വർക്ക് വരുന്നതാണ്. ഇതിൻ്റെ തന്നെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. നല്ല കംഫർട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുള്ള പൂക്കളും അതിൻ്റെ ഷോളും നല്ല ഭംഗിയുണ്ട്. ഇടുമ്പോൾ തന്നെ ഭയങ്കര ഒരു ലുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇതിൻ്റെ പല കളേഴ്സും ഞാനിവിടെ കാണിക്കാം. ഒന്ന് വരുന്നത് ഈ ഒരു കളറിലാണ്. പിന്നെ ഒരു റെഡ് കളറിൽ വരുന്നുണ്ട്, റെഡ് ബ്ലാക്ക്, പിന്നെ ബ്ലൂ റെഡ് ഒരു മിക്സ് ചെയ്തിട്ടുള്ള കളറിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ഇത് മൽച്ചന്തേരിയിൽ ത്രെഡ് വർക്ക് വരുന്നതാണ്. ഓറഞ്ച് ഗ്രീന്, അതുപോലെ ഗ്രീനിൽ കുറേ പല കളേഴ്സിലുള്ള പൂക്കളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഈ ഒരു ഗ്രീനിന് എന്താ പറയുക ഇപ്പം നമ്മൾ ഓക്കെ നിങ്ങൾക്കറിയാലോ. ക്രീമുകളുണ്ട് ചെറുതായി. ടീച്ചിങ് ഇഷ്ടമാണ് പിന്നെ ടീച്ചിങ് ഇഷ്ടമാണ് പിന്നെ PG എടുത്തിട്ട് അതിന്റെ ഇത് ഓഡിയോളജിസ്റ്റ് അധികം ചെയ്യാം. ഞാൻ സ്പീച്ച് തെറപ്പിസ്റ്റ്. ഇൻഷാ അല്ലാ നമുക്ക് ഒരു ദിവസം വിളിക്കാം എല്ലാരും.
അങ്ങനെ നമ്മൾ കുറേ റീലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോമ്പ് തുറക്കുമ്പോഴേക്കും നമുക്ക് വീട്ടിലെത്തണം എന്നുണ്ടായിരുന്നു. കാരണം ഇക്കാക്ക് പിറ്റേ ദിവസം എണീച്ച് ചെന്നൈയിലും കാര്യങ്ങളും ഒക്കെ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവിങ് ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു. ശരിക്കും പറഞ്ഞാൽ സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ എന്തായാലും പോരണല്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോന്നു. വരുമ്പം ഇതാ പാലക്കാട് പുതുശ്ശേരി ഉത്സവത്തിൻ്റെ തിരക്ക് ഒരു കാൽഭാഗേ ആയിട്ടുള്ളൂ. ഇനി നെയ്റ്റ് പോയാലേ അറിയുള്ളൂ. പക്ഷെ നമ്മളൊന്നും പോവാറില്ല, അത്രയും ക്രൗഡല്ലേ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ നോക്കി ഇതാ വീട്ടിലോട്ട് എത്താനായി. വരുന്ന വഴിയിൽ നമ്മൾ സ്നാക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴോ വീഡിയോ ഒന്ന് സ്ലോ മോഷനായി തോന്നുന്നു. ഇതാണ് ആ അമ്പലം കേട്ടോ. ഇവിടെയാണ് നൈറ്റൊക്കെ ഇനി ഭയങ്കര ക്രൗഡായിരിക്കും ഇത്ര. അങ്ങനെ നമ്മളിതാ വീണ്ടും പോകുന്നു. ബസ്സുകൾ എങ്ങനെയായിരിക്കും അറിയോ? അല്ല, ബസ്സുകൾ ഈ സമയം തന്നെ ഉണ്ടാവും. ബസ്സുകൾ എങ്ങനെയായിരിക്കും അറിയോ? വാളയാർന്ന് ഇതുവരെ കുട്ടിക്കാട് വരെ, പിന്നെ തിരിച്ച് പാലക്കാടുന്ന് ആ പുതുശ്ശേരിന്റെ സ്റ്റോപ്പ്. പണ്ട് കോളേജിൽ പഠിക്കണപ്പോ പുതുശ്ശേരി ഉത്സവം. എന്റെ ഫ്രണ്ട് നിങ്ങളെ മെസ്സേജ് മാംഗോ എന്ത് ചെയ്യണ്ടേ ഷെയ്ക്ക? ആരോളം കുടിക്കാനും പറ്റില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കഹാനിയിൽ വന്ന് പർച്ചേസ് ചെയ്യാനൊന്നും മറക്കരുത്. നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ, ഓടി വരണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊക്കെ റീലായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് എത്തും കേട്ടോ. അപ്പോൾ ഞാൻ പോട്ടെ, മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബും FBയും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശരിക്കും ബൈ. ഇനി നടക്കണോ? മതി.